നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച 3 മന്ത്രിമാരെ ഗത്യന്തരമില്ലാതെയാണ് മാലിദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തത്. മറിയം ഷീന, മാൽഷൽ ഷരീഫ്, മഹസും മാജീദ് എന്നിവർക്കെതിരെയാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു മാലദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശം നടത്തിയത്. എന്തൊരു കോമാളി! ഇസ്രായേലിൻ്റെ പാവ മിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡൈവ് ചെയ്യുന്നു എന്നായിരുന്നു മോദിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് മറിയം ഷിയൂന എക്സിൽ കുറിച്ചത്. മറ്റ് 2 മന്ത്രിമാരും ഇത് ഏറ്റുപിടിച്ചതോടെ പരാമർശം ചർച്ചയായി. സംഭവം വിവാദമായതോടെ മറിയം പോസ്റ്റ് നീക്കിയിരുന്നു. മന്ത്രിമാരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സർക്കാർ നിലപാടല്ലെന്നും പറഞ്ഞ് മാലദ്വീപ് ഭരണകൂടം രംഗത്തെത്തി. എന്നാൽ വിമർശനം രൂക്ഷമായതോടെ 3 മന്ത്രിമാർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതരാകുകയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറഞ്ഞത് ഇന്ത്യക്കാരെ മാത്രമല്ല, മാലദ്വീപിലെ ആളുകളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് മന്ത്രിമാർക്കെതിരെ രംഗത്തെത്തിയത്. ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ മന്ത്രിമാർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാലദ്വീപ് വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. മാലദ്വീപ് എല്ലാ രാജ്യത്തോടും പ്രത്യേകിച്ച് അയൽ രാജ്യക്കാരോട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. മന്ത്രിമാരുടെ പരാമർശം ലജ്ജാകരവും വംശീയവുമാണെന്ന് മാലദ്വീപ് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പ്രതികരിച്ചു. ഇന്ത്യയോട് മാപ്പ് പറയുന്നുവെന്നും മാലദ്വീപിനെതിരായ ബഹിഷ്കരണ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു. ഇന്ത്യയെ പിണക്കിയാൽ മാലദ്വീപ് നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ തങ്ങളുടെ മന്ത്രിമാർക്കെതിരെ രംഗത്തെത്തിയത്. എന്നാൽ മന്ത്രിമാരെ പുറത്താക്കി സേഫ് ആകാൻ മാലദ്വീപിന് സാധിക്കില്ല. കഷ്ടകാലം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാലദ്വീപിൻ്റെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ്. മാലദ്വീപിലെത്തുന്ന ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. ഹണിമൂണിനും അവധി ആഘോഷത്തിനുമായി മിക്കവരും തിരഞ്ഞെടുക്കുന്ന സ്ഥലം കൂടിയാണ് മാലദ്വീപ്. കഴിഞ്ഞ വർഷം മാലിയിലെത്തിയ 17 ലക്ഷം സഞ്ചാരികളിൽ 2 ലക്ഷവും ഇന്ത്യക്കാരായിരുന്നു. വിവാദത്തോടെ മാലദ്വീപിനെ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനങ്ങൾ ഉയർന്നിട്ടുണ്ട്. വിനോദസഞ്ചാരം കൂടാതെ വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി ദ്വീപ് രാഷ്ട്രം ദീർഘകാലമായി ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കാര്യം പറയുമ്പോൾ ലക്ഷദ്വീപും മാലദ്വീപും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. 2 സ്ഥലങ്ങളിലും വെളുത്ത മണൽ ബീച്ചുകളും പവിഴപ്പുറ്റുകളും ധാരാളമായുണ്ട്. എന്നിരുന്നാലും ലക്ഷദ്വീപിനേക്കാൾ കൂടുതൽ ഇന്ത്യക്കാർ മാലദ്വീപ് സന്ദർശിക്കുന്നുണ്ട്. 2021 2.91 ലക്ഷത്തിലധികം ഇന്ത്യക്കാരും 2022 2.41 ലക്ഷത്തിലധികം പേരും മാലദ്വീപ് സന്ദർശിച്ചു. 2023 ജൂൺ 13 വരെ 1 കോടിയിലധികം ഇന്ത്യൻ വിദേശ സഞ്ചാരികൾ മാലദ്വീപ് സന്ദർശിച്ചു. എന്നാൽ മോദിയുടെ സന്ദർശനത്തിന് ശേഷം ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞ വാക്കാണ് ലക്ഷദ്വീപ്. വെള്ളിയാഴ്ച 50,000-ലധികം പേരാണ് ഈ വാക്ക് തിരഞ്ഞത്. മോദി അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ മാലദ്വീപിന് കനത്ത തിരിച്ചടികളാണ് ഉണ്ടായിരിക്കുന്നത്. മാലദ്വീപിലേക്കുള്ള എല്ലാ ബുക്കിങ്ങുകളും താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇന്ത്യൻ ഓൺലൈൻ ട്രാവൽ ഏജൻസി അറിയിക്കുന്നു. ശ്രീലങ്കയുടെ അവസ്ഥയാണോ മാലിയെ കാത്തിരിക്കുന്നതെന്ന് കണ്ടറിയണം. ഇന്ത്യയും മാലദ്വീപിനെതിരെ നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ്. മാലദ്വീപ് ഹൈക്കമ്മീഷണർ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. 1200ഓളം ചെറുദ്വീപുകളുള്ള രാജ്യമാണ് മാലദ്വീപ്. ഏകദേശം 52 ലക്ഷം ജനങ്ങളാണ് രാജ്യത്തുള്ളത്. അടുത്ത് കിടക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുമായി വർഷങ്ങളുടെ ആത്മബന്ധമാണ് മാലിദ്വീപിനുള്ളത്. മാലദ്വീപ് പ്രസിഡന്റുമാർ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന കീഴ്വഴക്കവും ഉണ്ടായിരുന്നു. എന്നാൽ ചൈനയോട് കൂറ് പുലർത്തുന്ന മുഹമ്മദ് മുയീസ് മാലദ്വീപ് പ്രസിഡന്റ് ആയതിനു മുതലാണ് എല്ലാം തകിടം മറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തൊട്ട് തുടങ്ങിയതാണ് പ്രകോപനം. കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ച് ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള തുർക്കിയാണ് മുയീസ് ആദ്യം സന്ദർശിച്ചത്.